സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ചെക്ക് ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെ ആൻസേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ചെന്തരുണി വന്യജീവി സങ്കേതത്തിന്റെ പേരിന് ആധാരമായ ചെന്തരുണി വൃക്ഷത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ചെന്തരുണി വന്യജീവി സങ്കേതത്തിന്റെ പേരിന് ആധാരമായ ചെന്തരുണി വൃക്ഷത്തിന്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ട്രാവൻകോറിക്ക എന്നാണ്. ഗ്ലൂട്ട ട്രാവൻകോറിക്ക. ചെന്തരുണി വൃക്ഷത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ഗ്ലൂട്ട ട്രാവൻകോറിക്ക. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തരുണി വന്യജീവി സങ്കേതം. ചെന്തരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയാണ്. ചെന്തരുണി വൃക്ഷത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ഗ്ലൂട്ട ട്രാവൻകോറിക്ക. കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലിയാണ്. എറണാകുളം ജില്ലയിലെ ഓടക്കാലിയാണ് കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം. എറണാകുളം ജില്ലയിലെ ഓടക്കാലിയാണ് കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം. മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ ആര്? മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക്. റോബർട്ട് ഹുക്കാണ് മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ. റോബർട്ട് ഹുക്ക്. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്ന് അറിയപ്പെടുന്നത്? മലനാട് എന്നറിയപ്പെടുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ്. 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്ന് അറിയപ്പെടുന്നത്. പിടനാടോ 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ് ഇടനാട്ടിൽ വരുന്നത്. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങൾ ഇടനാടാണ്. ഇനി തീരപ്രദേശമോ? 7.5 മീറ്ററിൽ താഴെയുള്ളതാണ് തീരപ്രദേശം. 7.5 മീറ്ററിൽ താഴെയുള്ളത് തീരപ്രദേശം. 7.5നും 75 മീറ്ററിനും ഇടയിൽ വരുന്നത് ഇടനാട്. 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട്. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്നാണ്? ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്ന് 1950 ജനുവരി 24 1950 ജനുവരി 24 ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത്. കൈമുട്ടിലും കാൽമുട്ടിലും ഒരു വശത്തേക്ക് മാത്രം ചലിപ്പിക്കുവാൻ സാധിക്കുന്ന സന്ധി അറിയപ്പെടുന്നത്. നമുക്കറിയാം, കൈമുട്ടിലെയും കാൽമുട്ടിലെയും സന്ധിയിൽ നമുക്ക് ഒരു വശത്തേക്ക് മാത്രമാണ് ചലിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്. കൈമുട്ടിലും കാൽമുട്ടിലും ഒരു വശത്തേക്ക് മാത്രം ചലിപ്പിക്കുവാൻ സാധിക്കുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. വിജാഗിരി സന്ധി. ഭൂമിയിൽ നിന്നും ഏകദേശം എത്ര കിലോമീറ്റർ ഉയരം വരെയാണ് ജലബാഷ്പത്തിന്റെ സാന്നിധ്യം കാണപ്പെടുന്നത്? ഭൂമിയിൽ നിന്നും ഏകദേശം എത്ര കിലോമീറ്റർ ഉയരം വരെയാണ് ജലബാഷ്പത്തിന്റെ സാന്നിധ്യം കാണപ്പെടുന്നത്? 90 കിലോമീറ്റർ ആണ്. 90 കിലോമീറ്റർ ഉയരം വരെയാണ് ജലബാഷ്പത്തിന്റെ സാന്നിധ്യം കാണപ്പെടുന്നത്. അന്തരീക്ഷത്തെ 5 പാളികളായി തരംതിരിച്ചിരിക്കുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? അന്തരീക്ഷത്തെ 5 പാളികളായിട്ട് തിരിച്ചിരിക്കുന്നത് താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്തരീക്ഷത്തെ 5 പാളികളായിട്ട് തിരിച്ചിരിക്കുന്നത്. താപവ്യത്യാസം. മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ കാലാവസ്ഥ പ്രതിഭാസങ്ങൾ നടക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ കാലാവസ്ഥ പ്രതിഭാസങ്ങൾ നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഏറ്റവും താഴത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ കാലാവസ്ഥ പ്രതിഭാസങ്ങൾ നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്.
അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന പാളി ഏതാണ്? അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് മീസോസ്ഫിയറിലാണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് മീസോസ്ഫിയർ. 1 ഡിഗ്രി രേഖാംശം കടക്കാൻ ഭൂമിക്ക് എത്ര സമയം വേണം? 1 ഡിഗ്രി രേഖാംശം കടക്കാനായിട്ട് ഭൂമിക്ക് എത്ര സമയം വേണം? 4 മിനിറ്റാണ്. 1 ഡിഗ്രി രേഖാംശം കടക്കാൻ ഭൂമിക്ക് 4 മിനിറ്റാണ് വേണ്ടത്. 4 മിനിറ്റ്. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകൾ അറിയപ്പെടുന്നത്. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ. കുളു താഴ്വരയെ ലാഹോൾ, സിപ്തി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന ചുരം. കുളു താഴ്വരയെ ലാഹോൾ, സ്പിതി എന്നീ താഴ്വരകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം റോഹ്താങ് ചുരമാണ്. റോഹ്താങ് ചുരം. കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശം അറിയപ്പെടുന്നത്. കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം അല്ലെങ്കിൽ നേപ്പാൾ ഹിമാലയം എന്ന് അറിയപ്പെടുന്നത്. കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം അഥവാ നേപ്പാൾ ഹിമാലയം എന്ന് അറിയപ്പെടുന്നത്. കാഞ്ചൻജംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കാഞ്ചൻജംഗ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിമിലാണ്. കാഞ്ചൻജംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. സിക്കിം. രാജാജി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? രാജാജി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? രാജാജി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. രാജാജി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. കേബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കേബിൾ ലംജാവോ ദേശീയോദ്യാനം. കേബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരാണ്. മണിപ്പൂർ. ലോകത്തിന്റെ മേൽക്കുര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതക്കെട്ടാണ്. പാമീർ പർവ്വതക്കെട്ടാണ് ലോകത്തിന്റെ മേൽക്കുര എന്ന് അറിയപ്പെടുന്നത്. പാമീർ പർവ്വതക്കെട്ട്. പോസ്റ്റ് ഓഫീസ് എന്ന പുസ്തകം രചിച്ചതാരാണ്? പോസ്റ്റ് ഓഫീസ്. പുസ്തകത്തിന്റെ പേര് പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസ് എന്ന പുസ്തകം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. രവീന്ദ്രനാഥ് ടാഗോറാണ് പോസ്റ്റ് ഓഫീസ് എന്ന പുസ്തകം രചിച്ചത്. 1919 ഏത് ദിവസമാണ് ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായിട്ട് ആചരിച്ചത്? 1919 ഏത് ദിവസമാണ് ഇന്ത്യയിൽ ഉടനീളം ഖിലാഫത്ത് ദിനമായിട്ട് ആചരിച്ചത്? ഖിലാഫത്ത് ദിനം ഒക്ടോബർ 17 ഒക്ടോബർ 17. 1919 ഒക്ടോബർ 17 ഇന്ത്യയിൽ ഉടനീളം ഖിലാഫത്ത് ദിനമായിട്ട് ആചരിച്ചത്. ഒക്ടോബർ 17. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷയായിരുന്നത് സുഗതകുമാരിയാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? സുഗതകുമാരി. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫ് അറിയപ്പെടുന്നത് കീലിംഗ് കർവ് എന്നാണ്. കീലിംഗ് കർവ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫാണ് കീലിംഗ് കർവ് എന്ന് അറിയപ്പെടുന്നത്. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയുന്ന സെറിബ്രത്തിലെ ഭാഗം ഏത്? പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് വെർണെക്സ് ഏരിയ. വെർണെക്സ് ഏരിയ. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം. കേരളത്തിന്റെ കായിക തലസ്ഥാനം. കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കോതമംഗലമാണ്. കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കോതമംഗലം.
ഒരു പ്രദേശത്തെ വനങ്ങളുടെ ആരോഗ്യകരമായ നിലനിൽപ്പിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ വനവിസ്തീർണം അല്ലെങ്കിൽ ഭൂവിസ്തൃതിയുടെ ശതമാനം എത്രയാണ്? ഒരു പ്രദേശത്തെ വനങ്ങളുടെ ആരോഗ്യകരമായ നിലനിൽപ്പിന് ആവശ്യമായ കുറഞ്ഞ വനവിസ്തീർണം 33.3%. 33.3%. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? മോസിൻഡ്രമാണ്. മേഘാലയയിലെ മോസിൻഡ്രമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. മോസിൻഡ്രം. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 368 ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. ആർട്ടിക്കിൾ 368. ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ കായിക താരം ആരാണ്? ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഏത് വർഷമാണ് സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്ന ലഭിച്ചത് എന്ന് ചോദിച്ചാൽ 2014. അപ്പൊ ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ കായിക താരം ആര് എന്ന് ചോദിച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കർ. വർഷം ഏത് എന്ന് ചോദിച്ചാൽ 2014. ഒരു ബില്ല് അത് മണി ബില്ലാണോ ധനകാര്യ ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുവാനുള്ള അധികാരം ആർക്കാണ്? ഒരു ബിൽ അത് ധനകാര്യ ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുവാനുള്ള അധികാരമുള്ളത് ലോകസഭാ സ്പീക്കർക്കാണ്. ലോകസഭാ സ്പീക്കറാണ് ഒരു ബിൽ അത് ധനകാര്യ ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ലോകസഭാ സ്പീക്കർ. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ പദവി നൽകിയ 73ാം ഭേദഗതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ പദവി നൽകിയ ഭേദഗതി ഏത് എന്ന് ചോദിച്ചാൽ 73ാമത്തെ ഭേദഗതിയാണ്. 73ാമത്തെ ഭേദഗതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ്? PV നരസിംഹറാവു ആണ്. PV നരസിംഹറാവു. അപ്പൊ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ പദവി നൽകിയ ഭേദഗതി ഏത്? 73ാം ഭേദഗതിയാണ്. 73ാം ഭേദഗതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ PV നരസിംഹറാവു. ഡിസംബർ 10 ഏത് ദിനമായിട്ട് ആചരിക്കുന്നു? ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. ഡിസംബർ 10 ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നു ഡിസംബർ 10. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 10 ഡിഗ്രി ചാനലാണ്. 10 ഡിഗ്രി ചാനൽ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ്? 10 ഡിഗ്രി ചാനൽ. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായിട്ട് നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത് 35 വയസ്സാണ്. 35 വയസ്സാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായിട്ട് നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി. 35 വയസ്സ്. കാർബണിന്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരിയുടെ വകഭേദം. കാർബണിന്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരിയുടെ വകഭേദം ആന്ത്രസൈറ്റ് ആണ്. ആന്ത്രസൈറ്റ്. വൈദ്യുതിയുടെ മികച്ച ചാലകമായ കാർബണിന്റെ അലോട്രോപ്പ് ഏതാണ്? വൈദ്യുതിയുടെ മികച്ച ചാലകമായ കാർബണിന്റെ അലോട്രോപ്പ് ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ്. വൈദ്യുതിയുടെ മികച്ച ചാലകമായ കാർബണിന്റെ അലോട്രോപ്പ് ഗ്രാഫൈറ്റ്. ബക്കി ബോൾസ് എന്ന് വിളിപ്പേരുള്ള കാർബണിന്റെ 60 ആറ്റങ്ങൾ അടങ്ങിയ അലോട്രോപ്പ് ഏതാണ്? ബക്കി ബോൾസ് എന്ന് വിളിപ്പേരുള്ള കാർബണിന്റെ 60 ആറ്റങ്ങൾ അടങ്ങിയ അലോട്രോപ്പ് ഫുള്ളറിനാണ്. ഫുള്ളറിൻ. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. 3:2. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം താരാപൂർ ആണവ നിലയമാണ്. മഹാരാഷ്ട്രയിലെ താരാപൂർ ആണവ നിലയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം. താരാപൂർ ആണവ നിലയം.
ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്നത് ഏത് മൗലിക അവകാശത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്? ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്നത് ഏത് മൗലിക അവകാശത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമേത്? മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി വരുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ്. അപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണ് ഏത് എന്ന് ചോദിച്ചാൽ അത് ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനം ഏത് എന്ന് ചോദിച്ചാലോ എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ശില ഏതാ? ഏത് ശിലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്? കായാന്തരിത ശിലയാണ്. കായാന്തരിത ശിലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കായാന്തരിത ശില. കടുക്ക, താന്നിക്ക, നെല്ലിക്ക, ഇത് മൂന്നിലും കൂടിയുള്ള പേര്. കടുക്ക, താന്നിക്ക, നെല്ലിക്ക. ത്രിഫലയാണ്. അപ്പം ത്രിഫലയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. ഏതൊക്കെയാണ്? കടുക്ക, താന്നിക്ക, നെല്ലിക്ക, ത്രിഫല. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റഗ് മാർക്ക്. മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ഏത്? മനുഷ്യൻ കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ മൂലകമാണ് ടെക്നീഷ്യം. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കോന്നിയാണ്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏത്? കോന്നി. ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായിട്ട് അംഗീകരിച്ച വർഷമേത്? ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായിട്ട് അംഗീകരിച്ചത് 2001 2001. ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകനെ സംരക്ഷിക്കുവാനായി രാജ്യത്തെ ആദ്യ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം? ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകനെ സംരക്ഷിക്കുവാനായി രാജ്യത്തെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് എന്ത്? രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപ്. ഗണതന്ത്ര മണ്ഡപ്. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 23. ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 23. ആദ്യമായിട്ട് പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് റൂമി 1 RHUMI റൂമി 1 വിക്ഷേപിച്ച രാജ്യം? ആദ്യമായിട്ട് പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് റൂമി 1 വിക്ഷേപിച്ച രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ. വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേര്? വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേര് നമോ ഭാരത് റാപ്പിഡ് റെയിൽ. നമോ ഭാരത് റാപ്പിഡ് റെയിൽ. ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്ന്? ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് 2024 ജൂലൈ 1 2024 ജൂലൈ 1 ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത്. ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ഏത് ധാതുവിൻ്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്? ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നത് കാൽഷ്യത്തിൻ്റെ കുറവ് മൂലമാണ്. കാൽഷ്യത്തിൻ്റെ കുറവ് മൂലമാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ഉണ്ടാകുന്നത്. ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ഏതാണ്? ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് കലോറിയാണ്. കലോറി. നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് ഏതാണോ? വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇ ആണ് നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ. നിയമസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത്?
നിയമസഭ. നിയമസഭ പിരിച്ചുവിടുവാനായിട്ട് അധികാരമുള്ളത് ആർക്ക്? ഗവർണർക്കാണ്. ഗവർണർക്കാണ് നിയമസഭ പിരിച്ചുവിടുവാനായിട്ട് അധികാരമുള്ളത്. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലം അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലം ശിവശക്തി പോയിന്റ് എന്നാണ്. ശിവശക്തി പോയിന്റ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ 6 മെഡലുകളാണ്. 6 മെഡലുകൾ. ഇന്ത്യയുടെ സമുദ്ര തീര ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം. ഇന്ത്യയുടെ സമുദ്ര തീര ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്ത്. ഇന്ത്യയുടെ സമുദ്ര തീര ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല. ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഇടുക്കി. ഓസോൺ പാളിയുടെ കനം അളക്കുന്ന യൂണിറ്റ്. ഓസോൺ പാളിയുടെ കനം അളക്കുന്ന യൂണിറ്റ് ഡോപ്സൺ ആണ്. ഡോപ്സൺ. ഡോപ്സൺ എന്തിൻ്റെ കനമാണ്? ഓസോൺ പാളിയുടെ കനം അളക്കുന്ന യൂണിറ്റാണ് ഡോപ്സൺ. കേരളത്തിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് നാഷണൽ പാർക്ക് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് നാഷണൽ പാർക്ക് ഇരവികുളം നാഷണൽ പാർക്കാണ്. ഇരവികുളം നാഷണൽ പാർക്ക്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആര്? കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് കില. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് കില. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. എൽ നിനോ എന്ന പ്രതിഭാസം പ്രധാനമായും ഏത് സമുദ്രത്തിലാണ് അനുഭവപ്പെടുന്നത്? എൽ നിനോ പസഫിക് സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രം. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം ആറളമാണ്. കണ്ണൂർ ജില്ലയിലെ ആറളമാണ് കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം. കണ്ണൂർ ജില്ലയിലെ ആറളം. ഉജ്ജിനി തണ്ണീർ തടാകം ഏത് സംസ്ഥാനത്താണ്? ഉജ്ജിനി തണ്ണീർ തടാകം മഹാരാഷ്ട്രയിലാണ്. ഉജ്ജിനി തണ്ണീർ തടാകം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി സ്വതന്ത്ര ഭരണം നശിപ്പിക്കുകയില്ലെന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ച ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരി ആരാണ്? ഝാൻസി റാണിയാണ്. ഝാൻസി റാണി. ഇന്ത്യയുടെ ജോൺ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഇന്ത്യയുടെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്. ഝാൻസി റാണി. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? അനുച്ഛേദം 21. അനുച്ഛേദം 21 പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത്. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യം ആരുടേതാണ്? വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം വൈകുണ്ഠസ്വാമികളുടേതാണ്. വൈകുണ്ഠസ്വാമികൾ. വേല ചെയ്താൽ കൂലി കിട്ടണം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠസ്വാമികൾ.
ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ്? ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്. കോപ്പർ സൾഫേറ്റ്. ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്ന രാസവസ്തു കോപ്പർ സൾഫേറ്റ്. ഇന്ത്യയിലെ കൽക്കരി നഗരം ഇന്ത്യയിലെ കൽക്കരി നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ധൻബാദാണ്. ജാർഖണ്ഡില് ധൻബാദാണ് ഇന്ത്യയിലെ കൽക്കരി നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം. ജാർഖണ്ഡില് ധൻബാദാണ് ഇന്ത്യയിലെ കൽക്കരി നഗരം എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് എന്ന പദവി ലഭിച്ചത് ഏത് ബീച്ചിനാണ്? കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ബീച്ചാണ്. അഴീക്കോട് മുനയ്ക്കൽ ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. ദേശീയ ബാലികാ ദിനം ഇന്ത്യയിൽ എന്നാണ് ആചരിക്കുന്നത്? ദേശീയ ബാലികാ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 24 ദേശീയ ബാലികാ ദിനം. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായിട്ട് 2009 പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനാണ്. ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായിട്ട് പ്രഖ്യാപിച്ച വർഷം 2009. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? ഗംഗാ ഡോൾഫിനാണ്. ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏത് എന്ന് ചോദിച്ചാൽ 2009. സുപ്രീം കോടതിയിൽ ജഡ്ജിയായ ആദ്യ മലയാളി വനിത ആര്? സുപ്രീം കോടതിയിൽ ജഡ്ജിയായ ആദ്യത്തെ മലയാളി വനിതയാണ് ജസ്റ്റിസ് എം ഫാത്തിമ ബീവി. സുപ്രീം കോടതിയിൽ ജഡ്ജിയായ ആദ്യ മലയാളി വനിതയാണ് ജസ്റ്റിസ് എം ഫാത്തിമ ബീവി. പറക്കും സിംഗ്, ഫ്ലൈയിങ് സിംഗ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം. പറക്കും സിംഗ് എന്നറിയപ്പെടുന്നത് മിൽഖ സിംഗ് ആണ്. മിൽഖ സിംഗ് ആണ് പറക്കും സിംഗ് എന്ന് അറിയപ്പെടുന്നത്. മിൽഖ സിംഗ്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത്? റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചത് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ്? ജർമ്മനിയാണ്. ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചത്. ജർമ്മനി. ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നറിയപ്പെട്ടിരുന്നത് ആര്? ഇന്ത്യയുടെ നെപ്പോളിയൻ സമുദ്രഗുപ്തനാണ്. ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നറിയപ്പെട്ടത് സമുദ്രഗുപ്തൻ. യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗാസ്ട്രോണമി എന്ന പദവി അടുത്തിടെ ലഭിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗാസ്ട്രോണമി എന്ന പദവി അടുത്തിടെ ലഭിച്ചത് ലക്നൗ ആണ്. ലക്നൗ. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ്. ഭൂപടങ്ങളിൽ മഞ്ഞ നിറത്തിൽ രേഖപ്പെടുത്തുന്നത് എന്ത്? മഞ്ഞ നിറത്തിൽ രേഖപ്പെടുത്തുന്നത് കൃഷിയിടമാണ്. കൃഷിയിടം. ബംഗാളി സാഹിത്യത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ആനന്ദമഠമാണ്. ബംഗാളി സാഹിത്യത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ആനന്ദമഠം. നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത് തോമസ് ഓസ്റ്റിൻ. ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ. ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് ഗ്രലിൻ. ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഗ്രലിൻ. 2020 ജൂലൈ 3 കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതം. 2020 ജൂലൈ 3 കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. മലപ്പുറം ജില്ലയിലെ കരിമ്പുഴ വന്യജീവി സങ്കേതം. രക്തത്തിന്റെ pH മൂല്യം എത്ര? രക്തത്തിന്റെ pH മൂല്യം 7.4. രക്തത്തിന്റെ pH മൂല്യം 7.4. അരയ സമാജം സ്ഥാപിച്ചത് ആര്? അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 9 സംസ്ഥാനങ്ങളുമായിട്ടാണ് ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നത്.
ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് വനിതാ സംവരണ ബിൽ നാരി ശക്തി വന്ദൻ അധിനിയം പാസാക്കിയത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് വനിതാ സംവരണ ബിൽ നാരി ശക്തി വന്ദൻ അധിനിയം പാസാക്കിയത്? 106ാമത്തെ ഭേദഗതി നിയമം അനുസരിച്ചിട്ടാണ്. 106ാം ഭേദഗതി നിയമം. ISROയുടെ ശുക്ര പര്യവേക്ഷണ ദൗത്യത്തിന്റെ പേര്. ISROയുടെ ശുക്ര പര്യവേക്ഷണ ദൗത്യമാണ് ശുക്രയാൻ 1. ശുക്രയാൻ 1. കേരളത്തിലെ ഏത് ജില്ലയിലാണ് അഗസ്ത്യകൂടം സ്ഥിതി ചെയ്യുന്നത്? അഗസ്ത്യകൂടം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിലെ ഏത് ജില്ലയിലാണ് അഗസ്ത്യകൂടം സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. സൂര്യനെക്കുറിച്ച് പഠിക്കുവാനുള്ള ISROയുടെ ആദ്യത്തെ ദൗത്യം. സൂര്യനെക്കുറിച്ച് പഠിക്കുവാനുള്ള ISROയുടെ ആദ്യ ദൗത്യമാണ് ആദിത്യ L1. ആദിത്യ L1. സെബിയുടെ ആസ്ഥാനം എവിടെയാണ്? സെബിയുടെ ആസ്ഥാനം മുംബൈയാണ്. മുംബൈ. കേരള PSCയുടെ ആസ്ഥാനം പട്ടമാണ്. തിരുവനന്തപുരം ജില്ലയിലെ പട്ടം കേരള PSCയുടെ ആസ്ഥാനം. ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, PSC ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? PSC ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ് PSC ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.